അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ദിവസവും അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ ആവട്ടെ. രണ്ടാമത്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കരുത്. പരമാവധി 15 മിനിറ്റ്, അതിൽ കൂടുതൽ അബാക്കസ് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യിക്കണ്ട. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈനിങ് ടേബിളിലോ സ്റ്റഡി ടേബിളിലോ ഇരുത്തി തന്നെ നിങ്ങൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യിക്കണം. ഒരു കാരണവശാലും സോഫയിലോ കട്ടിലോ നിലത്തോ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യിക്കരുത്. കാരണം മറ്റൊന്നല്ല, കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, ഷോൾഡർ സ്ട്രെയിറ്റ് ആവണം, അബാക്കസിലേക്ക് കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ വേണം കുട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫോക്കസ്ഡ് ആവാനും അറ്റൻഷൻ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനും സിറ്റിംഗ് പോസ്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബാക്കസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ടീച്ചർമാരെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് കാര്യമില്ല, മറിച്ച് വീട്ടിൽ നിന്ന് ഒരു പേജ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം. 100% ഞാൻ ഉറപ്പ് പറയും, നിങ്ങളുടെ കുട്ടികൾക്ക് മാത്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും മാറ്റം ഉണ്ടാവും. 2006 മുതൽ കുട്ടികളെ പഠിപ്പിക്കുകയും 10-24ഓളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആത്മവിശ്വാസത്തിൽ പറയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവും. വളരെ വേഗത്തിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യും. മാത്സ് മാത്രമല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എല്ലാ സബ്ജക്റ്റിലും കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവും. കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടും. സ്മാർട്ട് കിഡ്സിൽ വരുന്ന എല്ലാ പാരന്റ്സും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. താങ്ക് യു.